ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ മനപ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നബി തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ഇഹപര വിജയത്തിനുള്ള അടിസ്ഥാനം തൻ്റെ റബ്ബിന് തഖ്വ ചെയ്യലാണ്. എല്ലാ നഷ്ടങ്ങളുടെയും ഹേതു സ്വശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കലാകുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകുകയും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഭക്ഷണമാർഗങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കലും വിരോധിച്ച കാര്യങ്ങൾ വെടിയലുമാണ് തഖ്വ. അതിനാൽ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തുകളും വർദ്ധിപ്പിച്ച് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ, അതുപോലെ നോമ്പ്, സക്കാത്ത് തുടങ്ങിയവ ഖളാ വീട്ടി റബ്ബിനോട് അടുക്കാനും നമ്മുടെ ദിക്ർ ദുആകൾ സ്വീകാര്യമാകുന്ന അവസ്ഥയിലേക്ക് ഉയരാനും നാം ഉത്സാഹിക്കണം. ഇനി ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. മനപ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ പ്രേരിപ്പിച്ചതാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടൽ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് പാപമോചനത്തിനുള്ള പ്രധാന ദിക്റാകുന്നു. ഇനി നമുക്ക് ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം തന്നെ പാപമോചനം. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചെല്ലുന്നതോടുകൂടി സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയും. നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും, എന്നാലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരുപാട് തവണ ചെല്ലുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുകയാണെങ്കിൽ സാമ്പത്തികമായ നേട്ടം കൈവരിക്കാൻ കഴിയും. അതുപോലെ സന്താനങ്ങൾ ഉണ്ടാവാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ മതി. അതുപോലെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാം. പിന്നെ മുസീബത്തിൽ നിന്ന് കാവൽ നേടാനും ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ മതി. അതുപോലെ അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കാനും മനോവിഷമങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുക. ഇത് നിത്യവും 100 തവണയെങ്കിലും ചൊല്ലാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് 3 മിനിറ്റേ ആവശ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദിവസേന പല തവണ ഇസ്തിഗ്ഫാർ ചെയ്തതായി ഹദീസിൽ കാണാം. അവിടുന്ന് ദോഷം ചെയ്തത് കൊണ്ടല്ല, അവിടുത്തെ ചര്യ നാം മാതൃകയാക്കുക. സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ഇടപാടുകളിൽ നിന്ന് മുക്തനായി തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമെന്ന പ്രതിജ്ഞയോടെ ഖേദപൂർവം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടൽ ഭൗതികവും പാരിത്രികവുമായ നേട്ടങ്ങൾക്ക് കാരണവും പ്രശ്നപരിഹാര മാർഗവുമാണ്. പാപമോചനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആകളിൽ വളരെ പ്രധാനപ്പെട്ടതും ഹദീസിൽ വന്നതുമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പരിചയപ്പെടാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഹു ലക ബിനിഅമതിക അലയ്യ വഅബൂഹു ബിസംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. അപ്പോൾ ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. അല്ലാഹുവേ, നീയാണ് എൻ്റെ യജമാനൻ, ഞാൻ നിൻ്റെ അടിമയും. കഴിവിനനുസരിച്ച് നീയുമായുള്ള കരാർ ഞാൻ പാലിക്കാറുണ്ട്. ഞാൻ പ്രവർത്തിച്ച കാര്യങ്ങളുടെ വിപത്തിനെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുകയും ചെയ്ത തെറ്റുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് നീ പൊറുത്തു തരണമേ. നീയല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്നവനില്ല. അപ്പോൾ ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എല്ലാവരും ചൊല്ലി നോക്കുക. കഴിയുന്നവരൊക്കെ ഇത് മുഴുവനായിട്ട് തന്നെ ചൊല്ലുക. അല്ലാത്തവർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരുപാട് തവണ ചൊല്ലുക. ഇനി ചെറിയൊരു കാര്യം കൂടി പറയുകയാണ്. ദുഃഖിതൻ്റെ പ്രാർത്ഥനയും കൂടി പറഞ്ഞു തരാം.
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഈ ദിക്ർ ചെല്ലാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഈ ദിക്ർ ചെല്ലുക. അല്ലാഹു തആല നമ്മുടെയൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ പാപമോചനം തേടലാണ് ഏറ്റവും നല്ലത്. അതായത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുപോലെ ഇസ്തിഗ്ഫാർ കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്നത് കൊണ്ട് വേറെയും കുറേ നേട്ടങ്ങളുണ്ട്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ് പറഞ്ഞത്. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അതുപോലെ തന്നെ ദുഃഖിതൻ്റെ പ്രാർത്ഥനയും പറഞ്ഞിട്ടുണ്ട്. അതും സ്ക്രീനിൽ കൊടുക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആവട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോവുമായി വീണ്ടും വരാം. അതുവരേക്കും മഅസ്സലാം.